KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എല്ലാവരിലും എത്തണമെങ്കിൽ വടക്കൻ ജില്ലകളിൽ കൂടുതൽ ഡിപ്പോകൾ ആരംഭിക്കണമെന്ന് VT ബൽറാം. നിലവിൽ നാമമാത്രമായ എണ്ണ മാത്രമാണ് വടക്കൻ ജില്ലകളിൽ ഉള്ളത്. സർക്കാരിന്റെ കൂടുതൽ ശ്രദ്ധ വടക്കൻ ജില്ലകളിൽ വേണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. ബൽറാമിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ഗൗരവമുള്ളതാണെന്നും പരിഹാരം കാണുമെന്നും മന്ത്രി CP ജോൺ മറുപടി പറഞ്ഞു. KSRTCക്ക് 28 ഡിപ്പോകൾ കേരളത്തിലുള്ളതിൽ വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ വരും 5 ഡിപ്പോകളാണുള്ളത് സർ. സബ് ഡിപ്പോകൾ 41 എണ്ണമാണ് KSRTCക്ക് ഉള്ളത്. എന്നാൽ വടക്കൻ ജില്ലകളിലുള്ളത് വെറും 8 എണ്ണം മാത്രമാണ്. ബാക്കി 33 എണ്ണവും 7 ജില്ലകളിലാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 8 എണ്ണം മാത്രമാണ് ഉള്ളത്. സർ, ഓപ്പറേറ്റിംഗ് സെന്ററുകൾ KSRTCക്ക് 18 എണ്ണമാണ് ആകെയുള്ളത്. അതിൽ വെറും 4 എണ്ണം മാത്രമാണ് ഈ വടക്കൻ ജില്ലകളിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വടക്കൻ ജില്ലകളിലേക്ക് കൂടുതൽ KSRTC ഡിപ്പോകൾ അനുവദിക്കണം. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA മാർ സാധാരണഗതിയിൽ 1-2 ബസ് ഷെഡ്യൂളുകൾക്ക് വേണ്ടി ആവശ്യമുന്നയിക്കാറുണ്ട്. സർ, അത് പോരാ. വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കൂടുതൽ ഡിപ്പോകൾ അനുവദിക്കണം. അവിടെ നിന്ന് കൂടുതൽ ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഗ്രാമങ്ങളിലേക്ക് KSRTC കടന്നു ചെല്ലണം. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് ആ KSRTCയിലെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വനിതകൾക്ക് ദിവസവും ജോലിക്ക് പോകാനും വരാനും കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവണം. സർ, ഇത് അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടണമെന്ന് ഈ സഭയുടെ മുമ്പാകെ ഞാൻ ആവശ്യപ്പെടുകയാണ്.